നമസ്കാരം. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പുറത്താക്കി. രാഹുലും കെ സിയും കോൺഗ്രസിന്റെ അന്തകർ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെയാണ് വാസ്തവത്തിൽ നടക്കുന്നത്. മണിശങ്കർ അയ്യർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് കേട്ടോ. എന്നാൽ ഇന്ന് അദ്ദേഹം ഏറ്റവും വെറുക്കുന്നതും ഈ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കളെയുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം രാഹുൽ ഗാന്ധിയാണ് എന്നും ആ തകർച്ചയ്ക്ക് കൂട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കൂട്ടുനിൽക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള മഹാരഥന്മാർ ഇരുന്ന കസേരയിൽ ഒരു അർഹതയുമില്ലാത്ത കെ സി വേണുഗോപാലിനെ പോലെയുള്ളവരെ ഇരുത്തിയതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും അയ്യർ തുറന്നു പറയുകയാണ്. അയ്യർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാർ ഞെട്ടിപ്പോകും. കാരണം ഈ മണിശങ്കർ അയ്യർ മുതിർന്ന കോൺഗ്രസ് നേതാവല്ലേ? അദ്ദേഹം ഇങ്ങനെ പറയാമോ? രാഹുൽ ഗാന്ധിയൊക്കെ ഇത്തരത്തിൽ പറയുന്നത് ശരിയാണോ? സത്യത്തിൽ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ശരിയല്ലേ? മണിശങ്കർ അയ്യർ പറഞ്ഞപ്പോൾ അല്പം വൈകിപ്പോയി എന്ന് മാത്രം. മുമ്പ് ശശി തരൂരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് തുറന്നടിച്ച് വൻ വിവാദത്തിന് തിരികൊളുത്തിയ കോൺഗ്രസ് നേതാവാണ് മണിശങ്കർ അയ്യർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നോട്ടില്ല. കാരണം ഇനിയെങ്കിലും സത്യം വിളിച്ചു പറയണമല്ലോ. പക്ഷെ മണിശങ്കർ അയ്യർ ഒന്ന് മനസ്സിലാക്കുക, താങ്കൾ വിളിച്ചു പറയുന്ന സമയം അതിക്രമിച്ചു പോയി. താങ്കൾക്ക് ഒരല്പം കൂടി ജീവനും ജീവിതവും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് ഒരു തിരികടാത്ത ദീപമായി ഇന്നും ഉണ്ടായേനെ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, താങ്കളെപ്പോലുള്ളവർ ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആ പാർട്ടിയിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം, ലഭിക്കാവുന്ന എല്ലാ പദവികളും ലഭിച്ചതിന് ശേഷം, ലഭിക്കാവുന്ന എല്ലാ പണവും സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ അവസാന കാലത്ത് മരണത്തിന് തൊട്ട് മുൻപ് ഈ വിളിച്ചു പോകുന്നത് എന്തിനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഇല്ല എന്ന് തെറ്റാണെന്ന് പറയുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് കൂട്ടുനിൽക്കുന്ന കെ സി വേണുഗോപാലും തന്നെയാണ് കോൺഗ്രസിന്റെ അന്തകർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം രാഹുൽ ഗാന്ധിയാണ് എന്നും സോണിയാഗാന്ധി തനിക്ക് സമയം നൽകിയില്ല എന്നും ഇദ്ദേഹം ഒരു ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് മണിശങ്കർ തുറന്നു പറയുന്നുണ്ട്. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവർ ഇരുന്ന കസേരയിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിനെ പോലുള്ള റൗഡികളാണ് ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുതിർന്ന നേതാക്കൾ പാർട്ടിയെ ഉപേക്ഷിക്കുന്നത് അവർ അവസരവാദികളായതുകൊണ്ടാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ മണിശങ്കർ അയ്യർ മറന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് വേണുഗോപാൽ. ഗുണ്ടയെ പോലെ പെരുമാറുന്ന ഒരാളെ എങ്ങനെയാണ് 21ാം നൂറ്റാണ്ടിലെ വല്ലഭായ് പട്ടേൽ എന്ന് വിളിക്കാൻ കഴിയുക എന്നുകൂടി മണിശങ്കർ അയ്യർ ചോദിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും ഓസ്കാർ ഫെർണാണ്ടസിനെയും അഹമ്മദ് പട്ടേലിനെയും പോലുള്ള മര്യാദയുടെ പ്രതീകങ്ങളായിട്ടുള്ള ഓർഗനൈസിംഗ് സെക്രട്ടറിമാരെ താൻ കണ്ടിട്ടുണ്ട് എന്നുകൂടി മണിശങ്കർ അയ്യർ പറയുന്നുണ്ട്. അപ്പൊ എത്രത്തോളം വെറുപ്പിക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ മുതിർന്ന നേതാക്കളെ എന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഇവിടുത്തെ യുവാക്കളെ കയ്യിലെടുക്കുവാൻ, യുവതികളെ കയ്യിലെടുക്കുവാൻ, അമ്മമാരെ കയ്യിലെടുക്കുവാൻ, അല്ലെങ്കിൽ വലിയൊരു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന വലിയൊരു സംവിധാനത്തിനെ കയ്യിലെടുക്കുവാൻ ഈ കെ സി വേണുഗോപാലിന് കഴിയുന്നുണ്ടോ? കെ സി വേണുഗോപാലിന് അങ്ങനെ ഒരു ജനപ്രിയത നേടിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. മറ്റുള്ളവർ നേടിയെടുക്കുന്ന വിജയങ്ങളിലും മറ്റുള്ളവർ നേടിയെടുക്കുന്ന ജനകീയതയിലും ഞാനാണ് അതിന് മുന്നിൽ എന്ന് പറഞ്ഞാണ് ഇവിടെ കേരളത്തിൽ മാത്രം അദ്ദേഹം ഇവിടെ തങ്ങി നിൽക്കുന്നത്. നാളെ മുഖ്യമന്ത്രിയാകാം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മണിശങ്കർ അയ്യർ പറഞ്ഞതുപോലെ പ്രഗത്ഭനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള മഹാരഥന്മാരിരുന്ന ആ ഒരു കസേരയിൽ ഒരു ഗുണ്ടയെ പോലെ, ഒരു റൗഡിയെ പോലുള്ള, ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കെ സി വേണുഗോപാലിനെ പോലുള്ളവർ ഇരിക്കുന്നതാണ് ഈ പാർട്ടിയുടെ അപജയം എന്ന് പറയപ്പെടുമ്പോൾ തിരുത്തേണ്ടത് അവരാണ്. 2019 തിരഞ്ഞെടുപ്പിൽ മയിലാടുതുറൈ സീറ്റ് സ്റ്റാലിന് വിട്ടുകൊടുത്തതിന് ശേഷം വിമാനത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനെ കൊണ്ട് തന്നെ ഫോൺ ചെയ്യിപ്പിച്ചിരുന്നു. DMK-യുമായിട്ട് ഒരു രഹസ്യ ധാരണ ഉണ്ട് എന്നും പകരം ഒരു രാജ്യസഭാ സീറ്റ് നമുക്ക് ലഭിക്കുമെന്നും അറിയിക്കാനായിരുന്നു ആ ഒരു ഫോൺ കോൾ. താനായിരിക്കും ആ സ്ഥാനാർത്ഥി എന്ന് രാഹുൽ പറയാൻ ഏൽപ്പിച്ചതായിട്ടും വേണുഗോപാൽ തന്നോട് പറഞ്ഞു എന്നാണ് മണിശങ്കർ അയ്യർ പറയുന്നത്. എന്നാൽ ആ വാഗ്ദാനം പാലിക്കപ്പെടുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത്. എന്നാൽ അദ്ദേഹം എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. സർദാർ പട്ടേലിന്റെ സ്ഥാനത്ത് ഇത്തരം ഒരു അപരിഷ്കൃതനായിട്ടുള്ള മനുഷ്യനെ സങ്കല്പിക്കുവാൻ സാധിക്കുമോ എന്നാണ് മണിശങ്കർ അയ്യർ അതുകൊണ്ട് തന്നെ ചോദിച്ചു പോകുന്നത്. ഇവിടെ ഈ ഭാരത് ജോഡോ യാത്ര പോലുള്ള സംരംഭങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ് എവിടെയാണ് പരാജയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് അയ്യർ പറഞ്ഞത് എന്താണെന്നറിയാമോ? തൻ്റെ മുത്തച്ഛന്റെ മുത്തച്ഛനോടോ അല്ലെങ്കിൽ അച്ഛനോടോ ഒപ്പമെത്താൻ രാഹുലിന് കഴിയാത്തത് കോൺഗ്രസ് നേരിടുന്ന പരാജയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാണ്. അതായത് നെഹ്റുവിനോടോ ഫിറോസ് ഗാന്ധിയോടോ രാജീവ് ഗാന്ധിയോടോ ഒന്നും ഒപ്പമെത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാതായി പോകുന്നത് എന്താണെന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. ഇവിടെ അടുത്തിടെ
സോണിയാഗാന്ധിയെയോ മല്ലികാർജുൻ ഖാർഗെയോ കണ്ടിരുന്നോ എന്ന് പാർട്ടിയിൽ നിങ്ങൾ തഴയപ്പെട്ടതായി തോന്നുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി മണിശങ്കർ അയ്യറിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇല്ല, അടുത്തിടെ ആരെയും കണ്ടിട്ടില്ല, ഞാൻ സമയം ചോദിക്കുമ്പോഴൊന്നും അവർ എനിക്ക് സമയം നൽകിയിട്ടില്ല, ഞാൻ പാർട്ടിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടത് ആരെങ്കിലും കാണുന്നില്ല എങ്കിൽ അവർ അന്ധരാണ് എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വമില്ലെങ്കിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നാളെ ഗാന്ധി കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കോൺഗ്രസ് ശിഥിലമാകും. ഗാന്ധിമാരുടെ DNA ഇല്ലാത്ത ഒരാൾ ആ കസേരയിൽ കാണാൻ പോലും ആരും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസ് തകർന്ന തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ആ കോൺഗ്രസിനെ കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ലീഡർഷിപ്പ് വേണം. അത്തരത്തിലുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന ലീഡറിന് അങ്ങനെ കൊണ്ടുപോകാനും കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധിയെ തകർക്കുന്നതും തുലയ്ക്കുന്നതും KC വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. ആദ്യം മാറ്റേണ്ടത് KC വേണുഗോപാലിനെയാണ്. ആ KC വേണുഗോപാലിനെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ അതോടുകൂടി ഈ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നുള്ള ഒരു ആശയത്തിലേക്കാണ് മണിശങ്കർ അയ്യർ എത്തിച്ചേരുന്നത്. ഇവിടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ ഘട്ടത്തില് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് തുടരുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇതേ മണിശങ്കർ അയ്യറാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയത് സരസമായിട്ടുള്ള മറുപടിയാണ്. 2 രാഷ്ട്രീയക്കാരല്ലാത്ത ഉദ്യോഗസ്ഥർ അവർ നൽകിയ റിപ്പോർട്ടുകൾ തന്നെ അത്രമാത്രം സ്വാധീനിച്ചു എന്നാണ് മണിശങ്കർ അയ്യർ പറയുന്നത്. ഒന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി മേരി ജോസഫ്, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ VK രാമേന്ദ്രൻ എന്നിവരുടെ വിവരങ്ങൾ തന്നെ ആകർഷിച്ചു എന്നാണ് മണിശങ്കർ അയ്യരുടെ വാദം. താൻ ഇതിനകം MK സ്റ്റാലിന് 1ാം സമ്മാനം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് പിണറായി വിജയന് 2ാം സമ്മാനം നൽകുന്നു എന്നാണ് മണിശങ്കർ അയ്യർ പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ MK സ്റ്റാലിനും കേരളത്തിലെ പിണറായി വിജയനും 1ഉം 2ഉം സ്ഥാനങ്ങൾ നൽകി അവർ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് പറയാൻ മണിശങ്കർ അയ്യറിനെ പോലുള്ള ഒരു കോൺഗ്രസ്സുകാരന് മാത്രമേ കഴിയൂ. പാർട്ടിയിൽ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഇടമുണ്ടോ എന്നൊരു ചോദ്യം കൂടി അയ്യറിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അയ്യർ ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചു. പണ്ട് ജവഹർലാൽ നെഹ്റു തന്റെ അച്ഛനോടും അതായത് മോത്തിലാൽ നെഹ്റുവിനോടും ഗാന്ധിയോടും ഒക്കെ വിയോജിച്ച് പൂർണ്ണ സ്വരാജ് വേണമെന്ന് ആവശ്യപ്പെട്ട കാലമുണ്ടായിരുന്നു. അന്ന് നെഹ്റുവിനെ തന്റെ പിൻഗാമിയായിട്ട് ഗാന്ധിജി പ്രഖ്യാപിച്ചപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അദ്ദേഹം അങ്ങയുടെ സ്വരത്തിലല്ല സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ മഹാത്മാവ് മറുപടി പറഞ്ഞത് താൻ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ എന്റെ സ്വരം നിങ്ങൾ അവനിലൂടെ കേൾക്കുമെന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധിജി അദ്ദേഹത്തെ രാഷ്ട്രപതിയാക്കുമായിരുന്നു എന്നുകൂടി മണിശങ്കർ അയ്യർ ഓർമ്മിപ്പിക്കുന്നു. വിയോജിപ്പുകൾ പാർട്ടിയുടെ അടിത്തറയായിരുന്നു. ആ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്തുതി പാടകാനല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സ് തുറന്ന് പറഞ്ഞാൽ സോണിയ നിങ്ങളെ ലൂസ് കാനൻ, അതായത് നിയന്ത്രണമില്ലാത്ത ആൾ എന്ന് വിളിക്കുമെന്നാണ് അയ്യർ പറയുന്നത്. ജമ്മു കാശ്മീർ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന സൈഫുദ്ദീൻ സോസിനെ അവർ വിശേഷിപ്പിച്ചത് ഈ ലൂസ് കാനൻ എന്നായിരുന്നു. ഇവിടെ മണിശങ്കർ അയ്യറും സാം പിത്രോഡയും ഒക്കെ രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തരായാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ പ്രസ്താവനകൾ BJPയെ സഹായിക്കുന്നു എന്ന വിമർശനമുണ്ട് എന്നൊരു ചോദ്യം കൂടി അയ്യരോട് ചോദിച്ചപ്പോൾ അയ്യർ പറഞ്ഞത് ബുദ്ധിശൂന്യരായിട്ടുള്ള കോൺഗ്രസുകാർ മാത്രമാണ് നേതൃത്വത്തിന് ഒഴികഴിവ് കണ്ടെത്താൻ ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്നത് എന്നാണ്. രാജീവ് എനിക്ക് നൽകിയ കാര്യങ്ങൾക്കപ്പുറം എനിക്ക് മറ്റെന്താണ് വേണ്ടത്? കോൺഗ്രസിനെ ഞാൻ എന്തിനാണ് തകർക്കുന്നത്? ഞാനൊരു വിധവയുടെ മകനാണ്, അനാഥനാണ്, അനാഥമായിട്ടാണ് ജീവിതം തുടങ്ങിയത്. തന്റെ കയ്യിൽ പണമില്ല. ഗാന്ധി കുടുംബത്തിലെ ഇന്നത്തെ തലമുറയ്ക്ക് പണമുള്ളവരെയാണ് ഇഷ്ടമെന്ന് കൂടി പറയുവാൻ മണിശങ്കർ അയ്യർ കാണിക്കുന്ന ആ ഒരു ധൈര്യം. കഴിഞ്ഞ നൂറ്റാണ്ടിനിടെ അവർ ഒരു നയാ പൈസ പോലും അധ്വാനിച്ചുണ്ടാക്കിയിട്ടില്ല ഗാന്ധി കുടുംബം എന്ന് പറയപ്പെടുമ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വസ്തുതകളാണ്. ഇങ്ങനെ വസ്തുതകൾ എണ്ണി എണ്ണി നിരത്തുമ്പോഴും മണിശങ്കർ അയ്യർ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, താങ്കൾ ഒരു അല്പം മുൻപ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് മുൻപ് രാഹുൽ ഗാന്ധിയുടെ പിതാവായിട്ടുള്ള രാജീവ് ഗാന്ധിയോടൊപ്പം സഞ്ചരിക്കുവാൻ കഴിയുകയും ആ സഞ്ചാര പഥത്തിലൊക്കെ താങ്കൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന നേട്ടങ്ങളും അധികാര പദവികളും ഒക്കെ നേടിയെടുത്തിട്ട് ഇന്ന് നിങ്ങൾ ഈ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധി അടക്കം തള്ളിപ്പറയുകയും സോണിയാഗാന്ധിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കാലം അവസാനിക്കാൻ പോകുമ്പോൾ മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ സത്യം വിളിച്ചു പറയുന്നത് എങ്കിൽ നിങ്ങൾ കള്ളനാണ്. നിങ്ങൾ പറയേണ്ടിയിരുന്നത് കുറച്ചുകൂടി മുൻപായിരുന്നു. എങ്കിൽ ഈ കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നു. ഇനിയും കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നത് എങ്കിൽ അത് നിങ്ങൾ നേരത്തെ പറയണമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സ്വാർത്ഥതയാണ്, നിങ്ങൾ കള്ളനായതുകൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുതിർന്ന നേതാവ്, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മണിശങ്കർ അയ്യർ പറയും പോലെ കോൺഗ്രസിന് ഇല്ല. കോൺഗ്രസിന്റെ അന്തകന്മാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെയും ഈ പറയുന്ന KC വേണുഗോപാലിനെയും ഒക്കെ കോൺഗ്രസ് പുറത്താക്കേണ്ടതാണ്. അവരെ പുറത്താക്കി ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കുക, എന്നിട്ട് കോൺഗ്രസിന് ഒരു പുനർജനനം നൽകുക.